ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ മമതയ്ക്ക് തിരിച്ചടി. കൊൽക്കത്ത കമ്മീഷണർ സിബിഐക്ക് മുൻപാകെ ഹാജരാകണമെന്ന് സുപ്രീംകോടതി. മമതയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് മൂന്നാം ദിവസത്തിലേക്ക്. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, അങ്ങനെ സുപ്രീംകോടതി തീരുമാനം വന്നിരിക്കുന്നു. മമതയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയാണ്? പ്രിയ, തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കൽക്കത്ത പോലീസ് കമ്മീഷണറായ രാജീവ് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി മമതാ ബാനർജി നടത്തിയ നീക്കത്തിനാണ് സുപ്രീം കോടതി ഉത്തരവോടെ തിരിച്ചടിയായി നേരിട്ടിരിക്കുന്നത്. രാജീവ് കുമാർ സിബിഐ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ സിബിഐ ഉദ്യോഗസ്ഥർ കൽക്കത്തയിൽ രാജീവ് കുമാറിന്റെ വീട്ടിലെത്തിക്കൊണ്ട് ചോദ്യം ചെയ്യാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. ഇതിനെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തുറന്ന പോരിലേക്ക് മമതാ ബാനർജിയും കേന്ദ്ര സർക്കാരും നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു നീക്കത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ അത് മമതാ ബാനർജിക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഷില്ലോങ്ങിൽ ഒരു പ്രത്യേക നിഷ്പക്ഷ സ്ഥലം എന്നുള്ള നിലയിൽ ഷില്ലോങ്ങിൽ രാജീവ് കുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ പ്രത്യേകമായി കോടതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായും ഒക്കെ തന്നെ അറസ്റ്റോ ബലപ്രയോഗമോ പാടില്ല എന്നുകൂടിയാണ്. അത് കൃത്യമായി കോടതി ഉത്തരവിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബംഗാളിൽ ക്രമസമാധാനം തകർന്നു. കേന്ദ്ര പോലീസിനെ സംസ്ഥാന പോലീസ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ രാജീവ് കുമാർ പ്രതികൾക്ക് കൈമാറി. അതുപോലെ തന്നെ ഫോറൻസിക് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഈ മെറ്റീരിയലുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി. ആ പിടിച്ചെടുത്ത വസ്തുക്കളൊക്കെയും തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് രാജീവ് കുമാർ അയച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പല കോൾ റെക്കോർഡുകളും ഡിലീറ്റ് ചെയ്തതായും കണ്ടെത്തി. എന്നീ കാര്യങ്ങളൊക്കെ തന്നെ സിബിഐക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞത് തുടർച്ചയായി ഇത്തരത്തിൽ കഴിഞ്ഞ കേസ് അന്വേഷണം ആരംഭിച്ചത് മുതൽ പ്രതിയല്ലാതിരുന്നിട്ടും നിരവധി തവണ നോട്ടീസ് അയച്ച് രാജീവ് കുമാറിനെ അപമാനിക്കാനുള്ള ശ്രമമാണ് സിബിഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകി എന്നല്ലാതെ കേസിൽ അദ്ദേഹത്തിനെതിരെ FIR ഇട്ടിട്ടില്ല എന്നുള്ള കാര്യവും മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, മുൻപ് ശാരദ ചിട്ടിത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് അന്വേഷണ സംഘത്തിന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ട് എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നായിരുന്നു. എന്നാൽ ഇവിടെ CBI അത്തരത്തിൽ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ CBI തയ്യാറായില്ല. മറിച്ച് ഞായറാഴ്ച നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നും ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാണിച്ചു. ഈ രീതിയിലായിരുന്നു സുപ്രീം കോടതിയിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് രാജീവ് കുമാറിനോട് CBI അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിക്കണമെന്നുള്ളതായിരുന്നു. ആ കാര്യത്തിൽ ഈ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു നടന്നത്. മറ്റൊന്ന് പ്രധാനമായും CBI ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് ഈ ബംഗാളിൽ മമതാ സർക്കാരിന്റെ നേതൃത്വത്തിൽ പോലീസ് പല കാര്യങ്ങളും CBIക്കെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി, DGP, അതുപോലെ തന്നെ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ, ഈ 3 പേർക്കെതിരെയും കോടതി അലക്ഷ്യം പരിഗണിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിക്ക് മുന്നിൽ രണ്ടാമതായി CBI മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആവശ്യം. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് മുഴുവൻ ഈ 3 പേർക്കും ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഫെബ്രുവരി 20-നകം സുപ്രീം കോടതിയുടെ നോട്ടീസിന് മേൽ മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതിയലക്ഷ്യ നടപടികൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി തീരുമാനമെടുക്കുക. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, അതുപോലെ തന്നെ ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും മമതാ ബാനർജിയും തമ്മിലുള്ള തുറന്ന പോരിൽ ജുഡീഷ്യറിയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ വിധി വന്നതിന് തൊട്ട് പിന്നാലെ മമതാ ബാനർജി പ്രതികരിച്ചിരിക്കുന്നത് ധാർമ്മികമായ വിജയം ഞങ്ങൾക്കാണ് എന്നുള്ളതായിരുന്നു. എല്ലാ ജുഡീഷ്യറിയെയും മറ്റു സ്ഥാപനങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നും മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നു. ഏതായാലും നിയമ പോരാട്ടത്തിന്റെ ഒരു ഘട്ടം അവസാനിച്ചിട്ടുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാരും മമതാ ബാനർജിയും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം വരുന്ന ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രിയ, ശരത്, ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു വിഷയം സഭയിലും വിഷയമായി ഇരുസഭകളും സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണ് സഭയിൽ ഇന്ന് നടന്നത്?
തീർച്ചയായും ഇന്നലെ രാഷ്ട്രപതിയുടെ നേരത്തെ ബജറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി നടത്തിയ നയപ്രഖ്യാപന സമ്മേളനത്തിന്റെ നന്ദി പ്രമേയ ചർച്ചകളൊക്കെ തന്നെ ഇന്നലെ മുതൽ പാർലമെന്റിൽ ആരംഭിക്കാൻ വേണ്ടിയായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃണമൂൽ അംഗങ്ങൾ തുടർച്ചയായി രാജ്യസഭയും അതുപോലെ തന്നെ ലോക്സഭയും തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് കാണുന്നത്. ആ രീതിയിൽ പൂർണ്ണമായും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് തൃണമൂൽ അംഗങ്ങൾ ഇരു സഭകളിലും പ്രതിഷേധമുയർത്തുകയാണ്. കേന്ദ്ര സർക്കാർ ഫെഡറൽ സംവിധാനമൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാനത്തോട് ഒരു പ്രത്യേക വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലാണ് തൃണമൂലിന്റെ പാർലമെന്റ് അംഗങ്ങൾ ഇരുസഭയിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിഭാഗം വരുന്ന പ്രതിപക്ഷ പാർട്ടികളും ഈ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് നിലവിൽ പാർലമെന്റിനകത്തും സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കാണുവാൻ വേണ്ടി കഴിയുന്നത്. പ്രിയ, ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ മമതയ്ക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കൊൽക്കത്ത കമ്മീഷണർ സിബിഐക്ക് മുൻപാകെ ഹാജരാകണമെന്ന് സുപ്രീം കോടതി. മമതയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കേസ് 21-ന് വീണ്ടും പരിഗണിക്കും. വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയത്. പശ്ചിമബംഗാളിലെ പ്രധാന വിഷയം അഴിമതിയെന്ന് പ്രകാശ് കാരാട്ട്. ശാരദാ ചിട്ടിത്തട്ടിപ്പ് കേസിൽ അഴിമതിക്കാർ മുഴുവൻ ശിക്ഷിക്കപ്പെടണം. ഇത്രയും കാലം മമതയുടെ അഴിമതിയോട് ബിജെപി മൃദു സമീപനം കാട്ടി. ഇപ്പോൾ നടക്കുന്ന നാടകങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മോദിയെ എതിർക്കുന്നു എന്ന കാരണം കൊണ്ട് മമതയുടെ അഴിമതി അംഗീകരിക്കാനാകില്ല. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ സിപിഐഎം ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രകാശ് കാരാട്ട്. Well, the fight is exactly about the corruption. Everybody knows that for long time lakhs of people were swindled of their funds by the chit funds, and the CPIM had gone to the Supreme Court saying no proper investigation is being done, and the Supreme Court had ordered CBI to investigate. But all these years they were not doing it seriously. Now before election, to get political points, score points, one is fighting the other. But corruption is there. Whoever is involved in the corruption, they have to be tracked down and made accountable. The Congress party had also gone to Supreme Court along with the left parties, saying that there has to be an investigation into the Sarda scam. So the real issue is corruption. Now many other political factors are coming, but we are interested in seeing that those who are responsible for this swindling of people's funds are held accountable. അതേസമയം പശ്ചിമബംഗാൾ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ 12 മണിവരെയും രാജ്യസഭ 2 മണിവരെയും പിരിഞ്ഞു. വിവരങ്ങളുമായി സന്തോഷ് സല്ലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, ഈ ഒരു വിഷയം ബംഗാൾ വിഷയമാണ് ഇന്ന് പാർലമെന്റിലും ചർച്ചയായത്. സഭ രണ്ടും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 12 മണിവരെയാണ് ലോക്സഭ നിർത്തിവെച്ചത്. ഇപ്പോൾ ലോക്സഭ പുനരാരംഭിച്ചോ? തീർച്ചയായും 12 മണിയോടുകൂടി സഭ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ശൂന്യവേളയാണ് ലോക്സഭയിൽ പുരോഗമിക്കുന്നത്. വിവിധ അംഗങ്ങൾ അടിയന്തര വിഷയമായി വിവിധ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിൽ പ്രതിപക്ഷത്ത് നിന്ന് സമാജ്വാദിയും ആർ.ജെ.ഡിയും ഈ പശ്ചിമബംഗാൾ വിഷയം ഉന്നയിച്ചു. ഇതിനിടെ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ CBI മുർദാബാദ് മുദ്രാവാക്യവുമായി സഭയുടെ നടുത്തളത്തിൽ തന്നെ ഇറങ്ങിയത്. ബഹളമയമാണ് ഇപ്പോൾ ലോക്സഭ പുരോഗമിക്കുന്നത്. രാജ്യസഭയാകട്ടെ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നു. ശൂന്യവേള എങ്ങനെയെങ്കിലും ലോക്സഭയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സ്പീക്കർ സുമിത്ര മഹാജൻ. കാരണം അത് കഴിഞ്ഞു വേണം ഇനി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയമൊക്കെ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ബഹളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ശൂന്യവേള കഴിയുമ്പോൾ തന്നെ സഭ പിരിയാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇപ്പോൾ വിവിധ അംഗങ്ങൾ കൂടാതെ മന്ത്രിമാർ അവരുടെ വിഷയങ്ങൾ സംബന്ധിച്ച് സഭയുടെ മേശപ്പുറത്ത് വിവിധ റിപ്പോർട്ടുകൾ വയ്ക്കുകയും ചെയ്യുകയാണ്. പശ്ചിമബംഗാൾ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ 12 മണിവരെയും രാജ്യസഭ 2 മണിവരെയും പിരിഞ്ഞു. ലോക്സഭ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശൂന്യവേളയാണ് ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് സന്തോഷ് സല്ലിംഗ് നൽകിയത്. ഇടവേള. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വ്യോമസേന കേരളത്തിന് ബിൽ നൽകിയെന്ന് കേന്ദ്രം. 102.6 കോടി രൂപ വരുന്ന ബില്ലാണ് കേരളം കേന്ദ്രത്തിന് നൽകേണ്ടത്. നാവികസേനയുടെ ബില്ലും തയ്യാറാകുന്നതായും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. ഓഗസ്റ്റിൽ കേരളത്തെ തകർത്ത പ്രളയത്തിൽ സഹായിച്ചതിന് കണക്കു പറയുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വ്യോമസേനയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതിന് 102.6 കോടി രൂപ വേണമെന്ന് കേന്ദ്രം. ഇതിന്റെ ബിൽ വ്യോമസേന കേരളത്തിന് നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സുഭാഷ് ബംബ്ര രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. വിശദമായ വിവരങ്ങളും ബില്ലിലുണ്ട്.
പ്രളയ സമയത്ത് 517 തവണ വ്യോമസേന വിമാനങ്ങൾ ഉയർന്നു പൊങ്ങി. 3787 പേരെ രക്ഷിച്ചു. 1350 ടൺ വിതരണം ചെയ്തു. ഹെലികോപ്റ്ററിന്റെ കണക്കുമുണ്ട്. 634 തവണയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. 584 പേരെ രക്ഷിക്കുകയും 247 ടൺ സാധനങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവുകയും ചെയ്തു. ജീവൻ രക്ഷിച്ച അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിനാണ് ബിൽ. ആർമിയും നാവികസേനയും സമാനമായ ബില്ലുകൾ തയ്യാറാക്കുന്നതായും ആഭ്യന്തര സഹമന്ത്രി വ്യക്തമാക്കി. നേരത്തെ പ്രളയ സമയത്ത് നൽകിയ അരിക്കും മണ്ണെണ്ണയ്ക്കും കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം കണക്ക് പറഞ്ഞ് ബിൽ നൽകിയിരുന്നു. വിദേശ സഹായം കേരളത്തിന് ലഭിക്കുന്നത് കേന്ദ്രം തടഞ്ഞതും ഏറെ വിവാദമായിരുന്നു. പ്രളയ ദുരിതാശ്വാസത്തിനായി സ്വന്തം നിലയ്ക്ക് വിഭവ സമാഹരണം നടത്തുന്ന കേരളത്തിന് വൻ ബാധ്യതയുണ്ടാക്കുന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ബില്ലുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. നടൻ കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സ്ത്രീകളെയും കുട്ടികളെയും അവഹേളിച്ച കേസിലാണ് കീഴടങ്ങ്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, കൊല്ലം തുളസി കൊല്ലം ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? നടൻ കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും അവഹേളിച്ച കേസിലാണ് ഇപ്പോൾ കീഴടങ്ങൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ചവറ പോലീസ് സ്റ്റേഷനിൽ കൊല്ലം തുളസി കീഴടങ്ങിയിരിക്കുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? രാവിലെ 9 മണിയോടുകൂടിയാണ് ചന്ദ്രദാസിന് ചന്ദ്രദാസിന് മുമ്പിൽ കൊല്ലം തുളസി അഭിഭാഷകനൊപ്പം ഹാജരായത്. തുടർന്ന് കൊല്ലം തുളസിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇപ്പോൾ നീണ്ടകര ഫൗണ്ടേഷൻ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി. ഈ കൊണ്ടുപോകുന്നതിനിടെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ തടിച്ചുകൂടിയവർ കൂക്കി വിളിച്ചു. തുടർന്ന് ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തെളിവെടുപ്പ് നടക്കും. അതിനെ തുടർന്ന് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്റ്റുഡിയോയിൽ കൊല്ലം തുളസിയുടെ ശബ്ദരേഖ പരിശോധിക്കും. അത് റെക്കോർഡ് ചെയ്യും. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കൊല്ലം തുളസി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലും ജുഡീഷ്യറിയെ അപമാനിക്കുന്ന തരത്തിലും പി എസ് ശ്രീധരൻപിള്ള നയിച്ച ജാഥയുടെ യോഗത്തിൽ വെച്ചാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിന്റെ വീഡിയോ ശകലങ്ങൾ വിവിധ ചാനലുകളിൽ നിന്നും പോലീസ് നിലവിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇതും ഈ ശബ്ദരേഖയും ഒരുമിച്ചായിരിക്കും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുക. അതിനുശേഷം കരുനാഗപ്പള്ളി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് പോലീസിന്റെ ലക്ഷ്യം. നടൻ കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുകയാണ്. സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ കൊല്ലം തുളസിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയതിൽ തന്ത്രിയുടെ വിശദീകരണം തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം വിശദീകരണം പരിശോധിക്കുമെന്ന് പത്മകുമാർ പറഞ്ഞു. അതെ, മാധ്യമങ്ങളിൽ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അദ്ദേഹവും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഞാൻ കണ്ടിട്ടില്ല. അത് കമ്മീഷണറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ അതിൻ്റെ റിപ്പോർട്ടൂടെ വെച്ചിട്ട് അദ്ദേഹം ബോർഡിന് തരണം. ബോർഡിന് തന്നു കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് ബോർഡ് ചർച്ച ചെയ്യും. പ്രത്യേക സാഹചര്യത്തിലാണ് ശുദ്ധിക്രിയ നടത്തുന്നതെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. അതേ നമ്മൾ പറഞ്ഞുള്ളൂ, അതേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞെന്താന്ന് നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ പറയാം. ശബരിമല നടയടച്ച വിഷയത്തിൽ തന്ത്രി കണ്ഠര് രാജീവർ നൽകിയ വിശദീകരണം ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് യോഗം. വിവരങ്ങളുമായി റിനു ചേരുകയാണ്. റിനു, യോഗം ആരംഭിച്ചോ? ശബരിമല നടയടച്ച വിഷയത്തിൽ തന്ത്രി കണ്ഠര് രാജീവർ നൽകിയ വിശദീകരണം ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ഇന്ന് യോഗം ചേരുന്നത്. മറ്റു വാർത്തയിലേക്ക്. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. 55 പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുൻപിൽ വരുന്നത്. റിട്ട് ഹർജികൾ നാളെ പരിഗണിക്കില്ല. സെപ്റ്റംബർ 28-നാണ് ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ വന്ന 55 പുനഃപരിശോധനാ ഹർജികൾ നാളെ തുറന്ന കോടതിയിൽ പരിഗണിക്കും. രാവിലെ 10:30-ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായി
ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവർ അംഗങ്ങളായ ഭരണഘടനാ ബെഞ്ചാണ് കേസ് കേൾക്കുക. ജനുവരി 22-ന് കേസ് പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. 4 റിട്ട് ഹർജികളും കോടതിക്ക് മുമ്പിലുണ്ട്. പക്ഷേ പുനഃപരിശോധനാ ഹർജികളിൽ തീരുമാനമായ ശേഷമേ അതിലേക്ക് കടക്കൂ. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന വിവിധ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതിക്കെതിരെയും ഹർജിയുണ്ട്. ഇവ നാളത്തെ തീരുമാനത്തിന് ശേഷമായിരിക്കും കോടതി പരിഗണിക്കുക. ശബരിമല തന്ത്രി, NSS, പന്തളം കൊട്ടാരം തുടങ്ങിയവരൊക്കെയാണ് പുനഃപരിശോധന ഹർജികൾ നൽകിയിരിക്കുന്നത്. ഹർജികളിലെ മെരിറ്റിലേക്ക് കടക്കുക എന്നതിനപ്പുറം പരിഗണിക്കണമോ വേണ്ടയോ എന്നതായിരിക്കും പ്രധാനമായും കോടതി പരിശോധിക്കുന്നത്. അതിനുശേഷം മാത്രമേ വിശദമായ വാദത്തിലേക്ക് കടക്കൂ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല നടയടച്ച വിഷയത്തിൽ തന്ത്രി കണ്ഠര് രാജീവർ നൽകിയ വിശദീകരണം ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി റിനു ചേരുകയാണ്. റിനു, യോഗം ആരംഭിച്ചോ? പ്രിയ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ തന്നെ കൃത്യമായി ദേവസ്വം ബോർഡ് അംഗങ്ങൾ അഡ്വക്കേറ്റ് A. വിജയകുമാറും ശങ്കരദാസ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. A. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എത്തിയപ്പോൾ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു. ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്ന് ദേവസ്വം ബോർഡിന് സർക്കാർ ബജറ്റിൽ വിലയിരുത്തിയ 720 കോടി രൂപ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേർന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു യോഗം ചേരുന്നത് എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായി മാധ്യമപ്രവർത്തകരുടെ പക്കൽ നിന്നും ഒരു ചോദ്യമുണ്ടായത് തന്ത്രിയുടെ വിശദീകരണ കത്ത് ചർച്ച ചെയ്യുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ അത്തരമൊരു കത്ത് തനിക്ക് ലഭ്യമായിട്ട് ഇല്ലെന്നും ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് ലഭിച്ചു എന്നുള്ളത് മാധ്യമത്തിലൂടെയുള്ള അറിവാണെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരത്തിൽ കത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കൃത്യമായി ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് ആവശ്യമുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഒരു വിശദീകരണ കത്തിന്മേലുള്ള ഒരു ചർച്ച ഉയർന്നു വരേണ്ടത് എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. ശേഷം അദ്ദേഹം പറഞ്ഞത് അന്ന് ഇത്തരത്തിലൊരു തന്ത്രി ഇത്തരത്തിലൊരു ശുദ്ധിക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ അറിയിച്ചിരുന്നു. ഫോണിൽ കൂടെയാണ് അത്തരം ഒരു അറിയിപ്പ് ഉണ്ടായത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു അനുമതിയും തന്ത്രിക്ക് നൽകിയിരുന്നില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത്തരത്തിൽ അറിയിക്കാതെയാണ്, ദേവസ്വം ബോർഡിന്റെ അനുവാദമില്ലാതെ തന്നെയാണ് ഇത്തരത്തിൽ തന്ത്രി ഒരു ശുദ്ധിക്രിയ നടത്തിയത്. എന്നാൽ ശുദ്ധിക്രിയ നടത്തിയത് ഇത്തരത്തിൽ യുവതികൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളൊരു വാദമാണ് ഇപ്പോൾ തന്ത്രി ഉന്നയിക്കുന്ന ഒരു കാര്യം ചോദിച്ചപ്പോൾ അത് കൃത്യമായി തന്നെ ഈ വിശദീകരണ കത്ത് കിട്ടിയതിനു ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ള ഒരു പ്രതികരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ശരി, വിവരങ്ങളാണ് റിനു നൽകിയത്. ഇടവേള. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ UAE സന്ദർശനം ഇന്ന് അവസാനിക്കും. ഉജ്ജ്വലമായ വരവേൽപ്പാണ് ആഗോള കത്തോലിക്ക സഭ അധ്യക്ഷന് UAE നൽകിയത്. ഇതാദ്യമായാണ് മാർപ്പാപ്പ ഒരു ഗൾഫ് രാജ്യം സന്ദർശിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി UAEയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി T. ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാൽ, മാർപ്പാപ്പയുടെ സന്ദർശനം ഇന്ന് അവസാനിക്കുകയാണ്. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം UAEയിൽ എത്തിയത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ്? പ്രിയ, മാർപ്പാപ്പ ഇപ്പോൾ അബുദാബി ഷെയ്ഖ് സാദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് കുർബാന ആരംഭിച്ചത്. ഏതാണ്ട് 1,35,000 പേരാണ് ഈ സ്റ്റേഡിയത്തിൽ ചേർന്നിരിക്കുന്നത്. പുറച്ചു മുതൽ തന്നെ ഈ സ്റ്റേഡിയത്തിലേക്ക് ജനപ്രവാഹമായിരുന്നു. അല്പസമയം കൂടെ ഈ കുർബാന ഉണ്ടാകും. ഇന്ന് മാർപ്പാപ്പയുടെ UAE സന്ദർശനം അവസാനിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് മാർപ്പാപ്പ UAEയിൽ എത്തിയത്. ഉജ്ജ്വലമായ സ്വീകരണം തന്നെയാണ് UAE ഭരണാധികാരികൾ മാർപ്പാപ്പക്ക് നൽകിയത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുടെ നേതൃത്വത്തിൽ മാർപ്പാപ്പക്ക് ഇന്നലെ പ്രസിഡൻഷ്യൽ പാലസിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകിയിരുന്നു. ഇന്നലെ വൈകിട്ട് അദ്ദേഹം അബുദാബിയിലെ ഷെയ്ഖ് സാദ് മോസ്ക് സന്ദർശിക്കുകയുണ്ടായി. ഒപ്പം തന്നെ മറീനയിൽ നടന്ന നടന്ന ഫൗണ്ടേഴ്സ് മെമ്മോറിയൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തീവ്രവാദത്തെ ഒരുമിച്ച് നിൽക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ഇത് സംബന്ധിച്ച ഒരു മനുഷ്യ സഹോദര രേഖയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈജിപ്ത് അലസർ ഗ്രാൻഡ് ഇമാം ഡോക്ടർ അഹമ്മദ് അൽ തൊയ്ബും ഒപ്പുവെച്ചു എന്നത് വളരെ പ്രധാനമായി കാണേണ്ട കാര്യമാണ്. മാനവ സൗഹൃദത്തിനായി, മാനവരാശിയുടെ
മനുഷ്യന്റെ ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. മാനവ സമൂഹത്തിൽ യോജിപ്പിന്റെ തലങ്ങളും ഭാവി പ്രതീക്ഷകളും വളർത്തണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ: ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങളെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. സഹോദരങ്ങൾ തമ്മിൽ പോരടിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ ദൈവനിന്ദയാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. എല്ലാവരെയും സഹോദരങ്ങളായി കാണുന്നതാണ് യഥാർത്ഥ മതസ്വാതന്ത്ര്യം. സമാധാനം കാക്ഷിക്കുന്നവരുടെ കൂടിയാണ് ദൈവമെന്നും മാർപ്പാപ്പ പറയുകയുണ്ടായി. ഏതായാലും അദ്ദേഹത്തിന്റെ മാർപ്പാപ്പ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന ഇപ്പോൾ ഷെയ്ഖ് സായിദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ ജനാവലിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തോടുകൂടി മാർപ്പാപ്പയുടെ UAE സന്ദർശനം അവസാനിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ UAE സന്ദർശനം ഇന്ന് അവസാനിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം UAE-യിലെത്തിയത്. ആദ്യമായാണ് മാർപ്പാപ്പ ഒരു ഗൾഫ് രാജ്യത്ത് സന്ദർശനം നടത്തുന്നത്. വിശദാംശങ്ങളാണ് ജമാൽ നൽകിയത്.